അതേ ഒരു മോരുകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കുക. ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ കടുക് പൊട്ടിക്കുന്നില്ല, വറ്റൽമുളകാണ് ഇടുന്നത്. ഒരു 2 വറ്റൽമുളക് കീറി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 3 വെളുത്തുള്ളി നടുവേ മുറിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില കുറച്ചധികം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതും നന്നായിട്ട് വഴറ്റി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവാപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കരിഞ്ഞു പോകരുത്, നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കട്ട തൈര് അങ്ങനെയും ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളമായിട്ട് മിക്സ്